സ്വന്തം അപ്പന് പറയിപ്പിക്കുന്ന വേലയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തതെന്നതിൽ സംശയമില്ല. തന്തയ്ക്ക് പറക്കുന്ന ഒരു പുത്രനും ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുമില്ല. കോൺഗ്രസുകാരെ നിരാശപ്പെടുത്തുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പിണറായി ഭക്തിയേക്കാൾ കടന്നുപോയി ചാണ്ടി ഉമ്മന്റെ സ്തുതി. അതും സ്വന്തം അപ്പനിട്ട് പണിതയാൾക്കു വേണ്ടി. ഉമ്മൻചാണ്ടിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു കൊടുത്തത് ധീരസേവനങ്ങളാണത്രേ. എനിക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകമായ നന്ദി പറയാനുണ്ട്. അതങ്ങ് എടുത്ത നിലപാട് ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എൻ്റെ പിതാവിന് നിലപാട് ധീരമായിട്ടുള്ളൊരു നിലപാടാണ് എന്ന് ഞാൻ പറയുവാൻ ഈ അവസരമെടുക്കുക. ഇതുവരെ പിണറായി വിജയനെതിരെ കോൺഗ്രസ് നേതാക്കൾ നടത്തിവന്ന എല്ലാ ആരോപണങ്ങളെയും ഒറ്റ ദിവസം കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രൻ ചാണ്ടി റദ്ദ് ചെയ്തു കളഞ്ഞു. തനിക്ക് കോൺഗ്രസ് നേതാക്കളോടല്ല കടപ്പാടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാത്രമാണെന്നുമാണ് ചാണ്ടി ഉമ്മൻ ആണയിട്ടത്. അതും പിണറായി വിജയനെ വിളിച്ചു കൊണ്ടുവന്ന സ്റ്റേജിലിരുത്തിയായിരുന്നു വാഴ്ത്തിയത്. CPM-ൽ നിന്ന് പോലും ഇപ്പോൾ കിട്ടാത്ത സ്തുതിയായിരുന്നു ചാണ്ടി ഉമ്മൻ പിണറായി വിജയന് നൽകിയത്. ഉമ്മൻചാണ്ടിയോട് ചെയ്ത സേവനങ്ങൾ ഇത്ര മഹത്തരമാണെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞപ്പോഴാണ് ജനം തിരിച്ചറിയുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കി അപ്പനെ സ്വന്തമാക്കാനാണ് ചാണ്ടിയുടെ ശ്രമം. കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കളെ മാത്രമല്ല, സംസ്ഥാന നേതാക്കളെയും ചാണ്ടി ഇതിൽ അടുപ്പിച്ചിട്ടില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് ചാണ്ടി ഉമ്മൻ ഉന്നമിട്ടിരിക്കുന്നത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ തിരുവഞ്ചൂർ നടത്തിയ ഇടപെടലുകളാവാം ഇതിനു കാരണം. ഉമ്മൻചാണ്ടിയോട് ഒരു വരി ചോദിക്കാതെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജോപ്പനെ ADGP ഹേമചന്ദ്രനെ കൊണ്ട് അറസ്റ്റ് ചെയ്തത് ഉമ്മൻചാണ്ടിയെ അവഹേളിക്കലായിരുന്നു. ഇത് ഉൾപാർട്ടി പ്രശ്നമായി നിന്നുകൊള്ളട്ടെ, ഇതിനേക്കാൾ എത്രയോ ആഴമേറിയ മുറിവുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. സോളാർ കേസിന്റെ പേരിൽ ഉമ്മൻചാണ്ടി ഇല്ലായ്മ ചെയ്യാൻ നടത്തിയ ശ്രമങ്ങളാണ് ഇപ്പോൾ ധീരമായി ചാണ്ടി ഉമ്മന് തോന്നുന്നത്. ജനം ഇതൊന്നും മറക്കില്ല. ഉമ്മൻചാണ്ടി നിര്യാതനായപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന അനുശോചന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിക്കുകയുണ്ടായത് ചാണ്ടി ഉമ്മൻ മറന്നുപോയി. അതേ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ക്ഷണിച്ചു വരുത്തി സ്തുതിച്ചത്. നെറികേടിനെതിരെ അന്ന് പ്രതിഷേധിച്ച KSUക്കാരുടെ ചെള്ളക്കിട്ട് ചാണ്ടി ഉമ്മൻ കുത്തിക്കൊടുത്തു. ഇയാൾക്കിത് എന്തിന്റെ കേടാണെന്ന് കോൺഗ്രസിലെ നേതാക്കളും പ്രവർത്തകരും ചോദിക്കുന്നത് ഇതിനാലാണ്. സോളാർ കേസിന്റെ പേരിൽ ഉമ്മൻചാണ്ടിക്ക് നൽകിയ സേവനങ്ങളായിരിക്കും ചാണ്ടി ഉമ്മൻ ഓർമ്മിക്കുന്നത്. സോളാർ കേസിൽ പെണ്ണുപിടിയനും പ്രകൃതി വിരുദ്ധ ലൈംഗിക പ്രവർത്തനം നടത്തിയെന്നുമൊക്കെ ആയിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കേസ്. സോളാർ കേസിലെ നായികയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കേസെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടി ചാണ്ടി ഉമ്മന് ധീരമാണ്. ജുഡീഷ്യൽ കമ്മീഷന് വെച്ച് ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന വിധം റിപ്പോർട്ടുണ്ടാക്കി അതിന്റെ പേരിൽ കേസെടുക്കാൻ നടന്നത് ചാണ്ടിക്ക് മുഖ്യമന്ത്രിയെ പ്രിയമുള്ളവനാക്കി. ശിവരാജൻ റിപ്പോർട്ടുമായി പത്രസമ്മേളനം വിളിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ 4 കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചില്ലേ? അതിൽ 1 റേപ്പ് കേസായിരുന്നു. പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് വാങ്ങാതെ അങ്ങനെ കേസെടുക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞിട്ടും മുഖ്യമന്ത്രി അടങ്ങിയില്ല. 2 തവണ 2 ADGPമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി. എന്നിട്ടും യാതൊരു തെളിവും കിട്ടിയില്ല. തുടർന്നാണ് കേസ് CBIക്ക് വിട്ടത്. ഇത്രയും ധീരമായ സഹായങ്ങൾ ചെയ്ത മുഖ്യമന്ത്രിയെ മകൻ സ്തുതിക്കുക തന്നെ വേണം. ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിയപ്പോൾ അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നുകൂടി ഓർക്കണം. ഉമ്മൻചാണ്ടിയുടെ ജനപ്രീതിയിൽ വീർപ്പുമുട്ടിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം അപ്പനെതിരെ നടത്തിയ എല്ലാ കാര്യങ്ങളും ചാണ്ടി ഉമ്മൻ മറന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിനിടെ ആ പേരൊന്നു പറയാൻ പോലും തയ്യാറാവാത്ത ആളെയാണ് ചാണ്ടി സ്തുതിച്ചത്. തകർന്നടിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഇമേജ് തിരിച്ചു കൊടുക്കാൻ ചാണ്ടി ഉമ്മന് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരെ ഇത് വല്ലാതെ നിരാശരാക്കി. അപ്പനോടുള്ള ജനങ്ങളുടെ സ്നേഹമാണ് ചാണ്ടി നിങ്ങളുടെ MLA സ്ഥാനം പോലും. അത് മറക്കരുത്.